താജ്മഹലിൻ്റെ 1862 ഫോമാണ്. 1874 ഫോം ഇതാണ്. അതിനുശേഷം 1878, ഇത് 1882 ഫോമാണ്. നമ്മൾ താജ്മഹലിലെത്തി ആഗ്രയിൽ. ഇത് 1884, ഇത് 1892. 1892, ഇത് 1898, ഇത് 1899, 1901 ഈ വിധത്തിൽ. ഇത് 1910, ഇത് 1985, 1987, ഇത് 1993 ഫോമാണിത്. ഇത് 2001 ഈ വിധത്തിൽ. 2015, 2018 ഇത് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റാണ്. ഇത് കോൺസിക്രേഷന് ശേഷമുള്ള രൂപം. ഇപ്പം നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അരികിലേക്ക് പോവുകയാണ്. താജ്മഹൽ. ഡൽഹിയിൽ നിന്ന് രാവിലെ നമ്മൾ 6 മണിയായപ്പം ടാക്സി പിടിച്ചു. നമ്മൾ എത്ര മണിക്ക് എത്തി? 9 മണിയാകുമ്പോൾ എത്തി. 9 മണിക്ക് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മളതിന് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവുകയാണ്. എൻട്രൻസിൻ്റെ അരികിലുള്ള വലിയ ഒരു വൃക്ഷമാണ്. നമ്മുടെ നാട്ടിലെ ആൽമരം പോലെയുള്ള നോർത്ത് ഇന്ത്യയിൽ കാണുന്ന മറ്റൊരു വൃക്ഷമാണിത്. ഇന്ന് രാവിലെ തന്നെ ആൾക്കാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പഴയ നിർമ്മിതികളെല്ലാം കാണാൻ വളരെ മനോഹരമാണ്. അതിൻ്റെ കോട്ട കെട്ടി, കോട്ടയുടെ വാതിലുമൊക്കെ വെച്ച് ഇങ്ങനെ എൻട്രൻസ് ഗേറ്റ് വെച്ച് ഇങ്ങനെ പോകും. ഇതാണ് താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ്. ഇതിൽ നിന്ന് വേണം, ഇതാണ് നേരത്തെ കാണിച്ച അതിൻ്റെ ഫോട്ടോ വെച്ചെടുത്ത് കാണിച്ചായിരുന്നല്ലോ. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ സമീപം, അതായത് മെയിൻ ഗേറ്റിലൂടെ നമ്മൾ താജ്മഹലിലേക്ക് കയറുകയാണ്. നമുക്കിവിടെ നിന്നാൽ താജ്മഹൽ കാണാൻ കഴിയും. ഇങ്ങനെ സാവകാശം നമ്മൾ കയറുന്നു. താജ്മഹലിൻ്റെ ചരിത്രം പറയേണ്ട കാര്യമില്ല. ഒരു സ്നേഹത്തിൻ്റെ ഒരു മൊനുമെൻസാണ് താജ്മഹൽ. ഇവിടെ നോക്കിയേ, നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ കയറി കഴിയുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്ന ദൂരെ. മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ പ്രവേശിച്ചു. താജ്മഹൽ അങ്ങ് ദൂരെ കാണാൻ കഴിയും. താജ്മഹലിൻ്റെ ഫുൾ ഫോട്ടോ നമുക്കിവിടെ കിട്ടും. സൂപ്പറായിരിക്കുന്നു. നല്ല നല്ല മനോഹരമായിരിക്കും ഇവിടുന്ന് എടുക്കുന്നില്ലേ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി അടുത്ത് വന്നു. ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. താജ്മഹൽ അതിൻ്റെ മറ്റൊരു ഗേറ്റ് റൈറ്റ് സൈഡിൽ കാണാം, മറ്റൊരു ഗേറ്റ് ലെഫ്റ്റ് സൈഡിലും കാണാം. ഉണ്ട് ആ ഗേറ്റ്. ഇവിടെ നിന്നാൽ മനോഹരമായിട്ട് കാണാം. 2 സൈഡിലും ആയിട്ടുള്ള ഗേറ്റ്. ലെഫ്റ്റ് സൈഡിലെ ഗേറ്റിലേക്ക് പോവുകയാണ്. ഇന്ന് ഒരു അഡ്വാൻറ്റേജ്, വർഷത്തിലൊരിക്കൽ
ഫ്രീ എൻട്രി ഉണ്ട്. ഞങ്ങൾ വന്ന ദിവസമാണ് ഫ്രീ എൻട്രി. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട സാധ്യതയുണ്ടായില്ല. വരുന്ന എല്ലാവർക്കും ഇന്നേ ദിവസം ഫ്രീ ആയിട്ട് താജ്മഹലിനകത്ത് പ്രവേശിക്കാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണിത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് വെയിലായതുകൊണ്ട് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്കിതിന് സമീപത്തുള്ള റിവറിൻ്റെ അരികിലേക്ക് പോകാം. ഇത് യമുന നദിയാണ്. യമുന നദിയുടെ തീരത്താണ് മുംതാസ് മഹലിന് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച ഈ മൊനുമെൻ്റ്. ഇത് വളരെ ദീർഘമായിട്ട് ഈ നദി കാണാനായിട്ട് സാധിക്കും. ഇടത്തോട്ടും വലത്തോട്ടും ഒഴുകി പോകുന്നതായിട്ടുള്ള, അതായത് ഒരു സൈഡിലോട്ടാണ് ഒഴുകുന്നത്, പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ ഇടത്തോട്ടും വലത്തോട്ടും ദീർഘമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ നോക്കി ഇതിൻ്റെ ആ ഹൈറ്റ് നോക്കിയേ. കൃത്യം ചതുരാകൃതിയിലാണിത് പണിതപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ വലതുഭാഗത്ത് കണ്ട ആ ഗേറ്റാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട വലതുഭാഗത്ത് കണ്ട ഗേറ്റായത്. ഇവിടെ ഇതെല്ലാം ഈ വളരെ താജ്മഹൽ കണ്ടു. തിരികെ നമ്മൾ പോകുകയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ തിരിഞ്ഞൊന്നുകൂടെ നോക്കാം വൃക്ഷത്തിൻ്റെ ചുവട്ടിലൂടെ താജ്മഹൽ. പക്ഷെ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ, വെയിലായതുകൊണ്ടായിരിക്കും. ആ വെയിലും ആ വൈറ്റ് മാർബിളും കൂടെ വരുമ്പോൾ